ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് വന്നേക്കുവാണ്. സോ ഇന്ന് നമ്മൾ ഉള്ളത് മൂന്നാറല്ല, അടിമാലിയിലാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അടിമാലിയിലുള്ളൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി സ്റ്റേ ചെയ്തു. ഇപ്പോൾ ഇതേ കുളിച്ച് ഓണമാണ്, തിരുവോണമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലോട്ട് പോവും. ഓക്കെ, സോ ഞാൻ ഇന്നലെ നിന്ന റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഞാൻ കറക്റ്റ് ബാക്കിലാണ് ഗൈസ്. ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഗോയിങ് ടു നമ്മുടെ റിസോർട്ട്. അപ്പോൾ ഇന്ന് തിരുവോണമായതുകൊണ്ട് തലയൊക്കെ കുളിച്ച് റെഡി ആവുകയാണ് ഗൈസ്. അപ്പോൾ ലെറ്റ്സ് സീ ഇൻ റിസോർട്ട്. ഓക്കെ ബൈ. ഇനി ഇറങ്ങുവാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. നല്ല വെയിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇരിക്കുകയാണ്. ദിസ് ഈസ് ദ പ്ലേസ്, അടിമാലിക്ക്. ഇവിടെ വെയിലൊക്കെ ഇപ്പോൾ മാറി. ലൈക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ജുഡീഷ്യറിയൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് ചായ, കോഫി അങ്ങനെയൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. ഇനിയാണ് നമ്മൾ റിസോർട്ടിലോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇന്ന് ഓണമാണ്. സോ അപ്പോൾ നമ്മൾ പൂവും മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ച് പോകണം. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാൻ ബൈ. ഓക്കെ ബൈ ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയാണ് നമ്മൾ നമ്മുടെ റിസോർട്ടിലോട്ട് പോകുന്നത്. നല്ല രസമുള്ള റൂട്ടായിരുന്നു. ഒന്നാമത് നമുക്ക് രണ്ട് സൈഡും തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന റൂട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഹോൾട്ടൊക്കെ ചെയ്ത് നല്ല കാറ്റും ഒരു ചെറിയ മഞ്ഞൊക്കെ ഉള്ളുമായിരുന്നു. മഴയില്ലായിരുന്നു, വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു കാറ്റുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വഴിയാണ് നമ്മുടെ റിസോർട്ടിലോട്ട് പോകുന്നത്. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഇതാണ് മിസ്റ്റി കോർട്ട്യാർഡിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ നമ്മളിവിടെ നിന്നാണ് ഈ ഒരു കയറ്റം കയറി വരണം ഗൈസ്. നല്ലൊരു സ്പോട്ടാണ്. ഇതാണ് ഉറക്കം തൂങ്ങി മരം. ഇതാണ് നമ്മുടെ റൂം. ഒരു ഹെറിറ്റേജ് ലുക്കാണ്. ഒരു നല്ല രസമുള്ളൊരു റൂമായിരുന്നു. അവിടെ അകത്ത് നിന്നുള്ള വ്യൂ നമുക്ക് തേയിലത്തോട്ടവും മറ്റുമായിരുന്നു നമ്മുടെ വ്യൂ വരുന്നതും. ഇവിടെ നമുക്ക് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഔട്ട്ഡോർ സെറ്റിംഗ് ഒക്കെ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. സോ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതാണ് അവരുടെ ഔട്ടർ ഏരിയ. നല്ല തണുത്ത കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോഴേ. നല്ലൊരു സ്പോട്ടായിരുന്നു ഗൈസ്, മിസ്റ്റി കോർട്ട്യാർഡ് എന്ന് പറഞ്ഞ ഈ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പം നമ്മൾ ലഗേജൊക്കെ വെച്ചിട്ട് വീണ്ടും പുറത്ത് ഫുഡ് കഴിക്കാനും നമ്മൾ വാൽപ്പാറയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിവിടെ നല്ല സ്പോട്ട് നോക്കി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വാൽപ്പാറയിലോട്ടാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ നമുക്കിന്ന് തിരുവോണമാണ് സ്പെഷ്യലി. അപ്പോൾ സദ്യയൊന്നും ഇവിടെ കിട്ടുന്ന ലക്ഷണം കാണുന്നില്ല ഗൈസ്. ഫൈനലി നമ്മൾ ഒരു കട കണ്ടുപിടിച്ചേക്കുവാണ്. ഇവിടെ നല്ല തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയും ഒരു ഊണുമാണ് നമ്മൾ മേടിച്ചത്. നല്ല രസമുള്ള, എനിക്ക് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി പ്രത്യേകിച്ചും ഭയങ്കര ഇഷ്ടമാണ്. നല്ല മുരുമുരുത്ത പടവും പിന്നെ നമുക്ക് ഊണിൻ്റെ കൂടെ അവർ ഓംപ്ലേറ്റൊക്കെ പൊരിച്ച് തന്നു ഗൈസ്. നല്ലൊരു ഫുഡായിരുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. ഇനി നമ്മൾ വാൽപ്പാറയുള്ള സ്ട്രോബെറി തോട്ടത്തിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വഴി വെച്ച് പാലട പായസം നമ്മൾ മേടിച്ചായിരുന്നു. സോ അത് നമ്മൾ ഒഴിച്ച് കുടിക്കുവാണ്.
ഓണമല്ലേ ഗൈസ്, അപ്പോൾ നമ്മൾ പാലട പായസം മേടിക്കാമെന്ന് വെച്ചു. കടകളിലൊക്കെ നമുക്ക് പോകുന്ന വഴിയിലെല്ലാം ഈ പാലട പായസം ഇങ്ങനെ വെച്ചേക്കും. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. അപ്പോൾ നമ്മൾ വഴിയിൽ നിർത്തി കുടിക്കുന്നതൊരു ഫീലായിരുന്നു. അപ്പോൾ ഒരു കാടുള്ള ഏരിയയിലാണ് നമ്മൾ നിർത്തി പായസം കുടിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ആ വാൽപ്പാറയുള്ള സ്ട്രോബെറി തോട്ടത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്നൊരു 2 മണിക്കൂറുണ്ട്. അപ്പോൾ സ്ട്രോബെറി തോട്ടം ഇൻ ദ സെൻസ് എല്ലാ വീടുകളിലും സ്ട്രോബെറി തോട്ടം കാണും. അതാണ് വാൽപ്പാറയുടെ ഒരു മെയിൻ കൃഷി സാധനമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാമെന്നുള്ള ഒരുക്കത്തിലാണ് പായസം കഴിച്ചതിന് ശേഷം. സോ അവിടെ എത്തിയിട്ട് ഞാൻ അവിടുത്തെ സ്ട്രോബെറി കൃഷി കാണിച്ചു തരാം. സ്ട്രോബെറി തോട്ടം ഓരോരുത്തരുടെ വീട്ടിലാണ് അവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ ഫ്രീ വിസിറ്റ് ടു സ്ട്രോബെറി ഫാം എന്നൊക്കെ പറഞ്ഞ ബോർഡ് വെച്ചേക്കും. ഇപ്പോൾ ഇതൊരു ചേച്ചിയുടെ വീടാണ്, വീടിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന വഴിയാണ്. സോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറിയാണ് ഈ സ്ട്രോബെറി തോട്ടത്തിൽ നിന്ന് നമുക്ക് സ്ട്രോബെറി ഫ്രഷായിട്ട് പറിച്ച് കഴിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലിങ്ങനെ ഇപ്പോൾ സീസൺ ഉള്ള സമയത്ത് ഒരുപാട് സ്ട്രോബെറി ഇങ്ങനെ വരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതവർ ഓരോ കടകളിലേക്ക് അയച്ചൊക്കെ കൊടുക്കും ഗൈസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ചേച്ചിയുടെ വീടാണിത്. അപ്പോൾ വീടിൻ്റെ മുകളിലുള്ളൊരു കൃഷിയാണ് ഈ ചേച്ചിയാണ് ആ ചേച്ചി. അപ്പോൾ ആ ചേച്ചിയുടെ വീടിൻ്റെ മുകളിലുള്ള കൃഷിയാണ്. സോ അപ്പോൾ ഇവിടെ ഇവർ സ്ട്രോബെറി വെച്ച് ജാമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും. പിന്നെ അവരുടെ ക്യാബേജ്, ബീൻസ് അവരുടെ ഫാമിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ നമുക്ക് മേടിക്കാം. നല്ല ടേസ്റ്റ്. എനിക്ക് സ്ട്രോബെറി വലുതായിട്ട് ഇഷ്ടമുള്ള ഒരാളല്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രഷ് അടിപൊളി സാധനമായിരുന്നു പ്ലീസ്. അപ്പോൾ നമ്മൾ ഇത് കഴിച്ചിട്ട് താഴെ ഇവരുടെ വീട്ടിൽ തന്നെ ഈ സൺഫ്ലവറിൻ്റെ കൃഷിയുണ്ട്. അപ്പോൾ സൺഫ്ലവർ പൂ ഇങ്ങനെ മൊത്തത്തിൽ പൂത്ത് നിൽക്കുന്ന ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഗൈസ്. ഇതാണ് ആ ചേച്ചിയുടെ ഫ്രണ്ടിലുള്ള ഈ സൺഫ്ലവറിൻ്റെ പൂ. നിറയെ സൺഫ്ലവർ ആയിരിക്കും. മുകളിൽ നമ്മൾ സ്ട്രോബെറി കഴിച്ചിട്ട് താഴെ ഇറങ്ങി വരുമ്പോൾ ഈ ചേച്ചിയുടെ വീടാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവർ കട വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് സ്ട്രോബെറി ജാം, ഇതിൻ്റെ വിസിറ്റ് അകത്ത് കയറി കാണുന്നതൊക്കെ ഫ്രീ ആണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരുടെ ജാം മേടിക്കാം. ക്യാബേജ്, ബീൻസ് ഇതൊക്കെ ഇവരിവിടെ കൃഷി ചെയ്യുന്നതാണ്. അതേ അമ്മ അവിടുത്തെ പൂവിൻ്റെ നടാൻ വേണ്ടിയിട്ട് തണ്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. സോ ആ ചേച്ചി അവിടുത്തെ കൃഷിയുടെ കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. നല്ല കണ്ട കുറേ വാഴ കൃഷിയൊക്കെ ഉണ്ട് അവിടെ. എല്ലാ കൃഷികളും അവിടെ ഉണ്ട് ഗൈസ്. നല്ല രസമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രഷ് സ്ട്രോബെറി പറിച്ച് കഴിച്ചത് ഇതായിരുന്നു. അപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്ത ഒരു സ്ട്രോബെറി ഫാം. അത് കഴിഞ്ഞ് നമ്മൾ വന്നുകൊണ്ടിരുന്ന വഴിയിൽ ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് നമ്മൾ ചോളം മേടിച്ചു. ചോളവും ഫ്രഷ് ക്യാരറ്റും. ഇവിടെ നമ്മൾ നിർത്താൻ കാരണം ഇവിടെ ദൂരെ ഒരു അമ്പലമുണ്ട്. അവിടെ ഒരു കല്യാണ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൊട്ടും മേളവും പിന്നെ അവരുടെ തരം പ്രത്യേക പാട്ടുകളും ഒക്കെ ഉള്ളൊരു ശബ്ദം കേൾക്കായിരുന്നു ഇവിടെ. അപ്പോൾ ആ കഥയൊക്കെ ആ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മളവിടുത്തെ ചോളവും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ലൊരു വൈകിട്ടായപ്പോൾ ക്ലൈമറ്റേ മാറി. നല്ലൊരു സൂപ്പർ ക്ലൈമറ്റായിരുന്നു. നമ്മൾ ചോളമൊക്കെ കഴിച്ച് വീണ്ടും മീൻസ് നമ്മളൊരു ഫോറസ്റ്റ് ഏരിയയാണ്. ഇതിൻ്റെ എൻട്രി 6 മണിക്ക് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അത് 6 മണിക്ക് മുന്നേ നമ്മൾ ഇറങ്ങിയാൽ മാത്രമേ അവർ നമ്മളെ കടത്തി വിടുള്ളൂ. അപ്പോൾ അവിടെ ഫോറസ്റ്റ് ഏരിയയാണ് ഉള്ളിലോട്ട്. സോ അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. തിരിച്ച് വാൽപ്പാറയിൽ നിന്ന് ഇറങ്ങി റിസോർട്ടിലോട്ട് പോകുന്ന റൂട്ടാണിത്. ഇനി നമുക്ക് വീണ്ടും 2 മണിക്കൂറുണ്ട് തിരിച്ചു പോകാൻ. നല്ല റോഡായിരുന്നു ഗൈസ്. നമുക്ക് പക്ഷേ ഇവിടെ ഒന്നും ഇറങ്ങാൻ പാടില്ല. ഇവിടെ മാനും അങ്ങനത്തെ ജീവികളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറയും അവർ. സോ ഇവിടെ നിന്ന് നമുക്ക് കാർ സ്റ്റോപ്പ് ചെയ്യാനേ പറ്റത്തില്ല. പക്ഷേ ഈ റൂട്ട് ഭയങ്കര രസമായിരുന്നു ഓട്ടിച്ച് പോകാനായിട്ട്. ഗൈസ്, ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ആയപ്പോൾ യെസ്റ്റർഡേ വന്നു റിസോർട്ടിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് കറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാത്രി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് കഴിക്കാൻ വേണ്ടി നമ്മൾ അവരുടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുവാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തന്നെ ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രാവൽ ചെയ്ത് പത്തനംതിട്ട പോവാണ്, ഇല്ലിക്കൽ കല്ലിലോട്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊരു കല്ല് ഷാപ്പിലാണ് നിർത്തിയത്. ഫുഡ് വാസ് അമേസിങ്. എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല, അത്രയ്ക്ക് വിശപ്പായിരുന്നു. നമ്മൾ പപ്പ ഇവിടെ വർക്കും ചെയ്തുകൊണ്ടിരിക്കുക. ഫുഡ് കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് പോർക്ക് ഒക്കെയാണ് കഴിച്ചത്. നമ്മൾ ഷാപ്പിലെ ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ തൊടുപുഴ വഴി പത്തനംതിട്ട പോവാണ്. പത്തനംതിട്ട ഒരു കൊട്ടവഞ്ചി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ കൊട്ടവഞ്ചി കയറാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നല്ല വെയിലാണ് ഫുള്ള്, പക്ഷെ ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. നല്ല പന്നി ഇറച്ചി, നല്ല പോർക്ക്, പിന്നെ നാടൻ കോഴി, കപ്പ, കള്ളപ്പം ഇതൊക്കെയാണ് കഴിച്ചത്. സോ ഇനി നേരെ തൊടുപുഴ വഴി നമ്മൾ പത്തനംതിട്ട പോവും. അവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രം. ഓക്കെ, സോ ഇനി നമുക്ക് പത്തനംതിട്ട വെച്ച് കാണാം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഇല്ലിക്കൽ കല്ലാണ് ലാസ്റ്റ് എത്തിയത്. നമ്മൾ കൊട്ടവഞ്ചി പോകാന്നുള്ള പ്ലാനായിരുന്നു, പക്ഷേ അവിടെ ക്ലോസ് ചെയ്ത കാരണം ഇല്ലിക്കൽ കല്ലിൽ വരാമെന്ന് വെച്ചു. നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം ഇല്ലിക്കലിൽ വരാൻ വന്നപ്പോൾ അവിടെ എല്ലാം ക്ലോസ് ചെയ്തതാണ് ഗൈസ്. അപ്പോൾ ഇത്തവണ എന്തായാലും ഇല്ലിക്കലിൽ വരണം എന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഇല്ലിക്കൽ കല്ലിലോട്ട് വിട്ടു. ഇവിടെ നമുക്ക് ഈ ഒരു കുന്ന് കയറി അങ്ങ് ടോപ്പ് പോകണം. അങ്ങോട്ട് നടക്കണ ടാസ്ക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ടിക്കറ്റ് എടുത്ത് GP പോകാൻ പറ്റും. 60 റുപ്പീസ് അറൗണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ GP കയറി ഇല്ലിക്കൽ കല്ലിൻ്റെ ടോപ്പിലോട്ട് പോവുകയാണ്. കുറച്ച് ദൂരം നമുക്ക് GP പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കയറ്റമുണ്ട്, നമ്മൾ നടന്ന് തന്നെ കയറണം. അപ്പം നല്ല രസമായിരുന്നു ആ ജീപ്പ് ജേണി. ഒരുപാട് പേര് നടക്കുന്നുണ്ടായിരുന്നു. താഴോട്ട് നടന്ന് വരാനായിരിക്കും ഗൈസ് രസം, പക്ഷേ മുകളിലോട്ട് നടന്ന് പോകുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നെനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ ജീപ്പിൽ കൊണ്ടിരിക്കുവാണ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ആക്ച്വലി എത്തി ടോപ്പ്. സോ ഇനി നമ്മൾ ട്രക്ക് ചെയ്ത് മുകളിലോട്ട് കയറണം. ദേ ആ സിൽവർ ലൈൻ കണ്ടോ ഗൈസ്, അതാണ് നമ്മുടെ കൈ പിടിച്ച് കയറേണ്ട ഒരു ഫെസിലിറ്റിയാണത്. അപ്പോൾ നമ്മൾ അവിടെ വഴി കയറി അതിൻ്റെ ടോപ്പിൽ പോകുമ്പോഴാണ് നമുക്ക് ഫുൾ ബ്യൂട്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളത് മുകളിൽ കയറണം മടി പിടിച്ചിരിക്കാതെ. അപ്പോൾ നമുക്ക് ഈ വ്യൂ കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ലിൻ്റെ താഴെ നിന്നിട്ടുള്ള വ്യൂ ഇതാണ്. അപ്പോൾ മുകളിലിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മൾ മുകളിലും കയറി ഗൈസ്. നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ്, ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം. നല്ല ക്ലിക്ക് കിട്ടും നമുക്ക്. അത്രയ്ക്ക് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. നല്ല തണുത്ത കാറ്റും, കുറേ നേരം നമുക്ക് വൈബടിച്ചിരിക്കാൻ പറ്റിയൊരു ഈവനിങ് തന്നെ വരണം. രാവിലേക്ക് വന്നാൽ ഭയങ്കര വെയിലൊക്കെ ആയിരിക്കും ഗൈസ്. നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഗൈസ്. അങ്ങനെ എനിക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അടിപൊളി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു ഗൈസ്, കണ്ടോ. നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കുറച്ച് നേരം വൈബൊക്കെ അടിച്ച് അവിടെ തന്നെ അങ്ങ് നിന്ന് പോവും. ഇതാണ് ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ്. ഗൈസ്, നമ്മൾ ഇല്ലിക്കൽ മേടിയിൽ നിന്ന് ഇറങ്ങുവാണ്. ഓക്കെ, ജീപ്പ് വെയിറ്റ് ചെയ്തിരുന്ന അമ്മേനെ ഭീഷണിപ്പെടുത്തി പപ്പ താഴോട്ട് നടത്തിക്കൊണ്ടു പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴോട്ട് നടന്നു പോവുകയാണ്. പക്ഷെ നല്ല രസമാണ് നടക്കാൻ GP പോട്ടേക്കാളും. നമ്മൾ കയറി വന്നപ്പോൾ ജീപ്പിലാണ് വന്നത്. താഴോട്ട് നമുക്ക് നല്ല കാറ്റും ഡിം ലൈറ്റായി. ഇപ്പോൾ 6:30 ആയിട്ടായി. അപ്പോൾ നമുക്കൊരു ഡിം ലൈറ്റായി. ഫുൾ മൂണൊക്കെ വന്നു. നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മൾ നടന്ന് താഴോട്ട് പോവുകയാണ്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഓഫ് ടു ട്രിവാൻഡ്രം ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇറങ്ങിയിട്ട് താഴത്തെ വ്യൂ കാണിച്ചു തരാം. ഓക്കെ, ബൈ ഗൈസ്. നമ്മൾ GP പോകാണ്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ഷോർട്ട് കട്ട് വഴിയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പോൾ സൺ മാറി മൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ പതുക്കെ താഴോട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് നടന്നു പോകുന്നതാണ് വൈബ്. GP പോണേക്കാളും ജീപ്പിലാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എത്തും. ഇതാകുമ്പോൾ നമുക്ക് പതുക്കെ കഥയൊക്കെ പറഞ്ഞ് പതുക്കെ പോവാം. അമ്മതേ മടി പിടിച്ച് നിൽക്കുവാണ്, പക്ഷെ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുപോകണം താഴോട്ട്. നല്ലൊരു അടിപൊളി ക്ലൈമറ്റ്, നല്ല രസമായിരുന്നു നടക്കാൻ. നമ്മൾ ക്ഷീണിക്കത്തില്ല, കാരണം ആ ഒരു കാറ്റുള്ളതുകൊണ്ട്. കയറുന്ന പോലെ അല്ലേ, ഇറങ്ങുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്.
പ്രകൃതി പലപ്പോഴും ബുദ്ധികെട്ട വേല കാണിക്കാറുണ്ട്. ചൂരൽമലയിൽ ഞങ്ങളെ സഹോദരങ്ങളെ എടുത്തുകൊണ്ട് പോയതും ഈ പ്രകൃതി തന്നെയാണ്. ഇരുവട്ടത്ത് സംഭവിച്ചതും ഈ പ്രകൃതി തന്നെയാണ്. പക്ഷെ എന്നിട്ടും ഞങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്നു. പ്രകൃതി ഞങ്ങളെയും സ്നേഹിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ താഴെ എത്തിയപ്പോൾ നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇനി നേരെ ട്രിവാൻഡ്രം എൻഡ് ഓഫ് ദി ട്രിപ്പ് ഡേ ആണ് ഗൈസ്. സോ നിങ്ങളെല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺഡ്, ബൈ ഫ്രം Tales and Travels with me, Anjita. Bye bye.